ലാവയുടെ ലാവ ബോൾട്ട് N1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. 5999 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബോൾട്ട് N1 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ലാവ ബോൾട്ട് N1 6.75 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ അതേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ഇപ്പോഴത്തതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം HD റെസൊല്യൂഷൻ ഓക്കെയാണ്. അതുപോലെ തന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ചില ഫോണുകളിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 6200 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ ടെക്നോ പോപ്പ് 9 4G എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു 200 രൂപയും കൂടി കൂടുതലാണ് എന്നേ ഉള്ളൂ. പക്ഷേ അതിൽ നമുക്ക് പഞ്ചോൾ ഡിസൈൻ ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. കോമ്പറ്റീഷനിൽ പഞ്ചോൾ ഡിസൈൻ ചില ഫോണുകളിൽ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IP54 റേറ്റിംഗ് വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ റേഡിയൻ ബ്ലാക്ക് അതുപോലെ തന്നെ സ്പാർക്ലിംഗ് ഐവറി എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC 9863A എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 6000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രോസസ്സർ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ടെക്നോ പോപ്പ് 9 4G എന്ന ഫോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ MediaTekന്റെ Helio G50 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അത് ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ 5G സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ നമുക്ക് 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഫോണിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 64GB ഇൻറ്റേർണൽ എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ നേരത്തെ ടെക്നോ പോപ്പ് 9 4G എന്ന ഫോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്ത പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ചില ഫോണുകളിൽ അത് വരുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള ഗോഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഗോഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാം കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഹാങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് വരാറ്. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 5 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും ഓക്കെ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെക്നോ പോപ്പ് 9 4G 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 5999 രൂപയാണ്. ജൂൺ 4 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ കോമ്പറ്റീഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ച ഫോൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം 6200 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 4G പോലുള്ള ഫോണിലൊക്കെ കിട്ടുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ എക്സ്ട്രാ വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ചില ഫോണുകൾ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഒരു 200 രൂപ കൂടുന്നേ ഉള്ളൂ. എന്നാലും 6200 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ വളരെ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.